ഇന്ന് ഒരു വഴുതനങ്ങ തൈ ഉണ്ടായിരുന്നു. അത് മുന്ന് കുറച്ച് വഴുതനങ്ങ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പൊട്ടിച്ചെടുത്ത് ഞാനും റഫ്നയും കൂടി പൊട്ടിച്ച് താഴെ ഇരുന്നിട്ട് പൊട്ടിച്ചതെന്ന് വെച്ചാല് ആ തൈയുടെ അടിഭാഗത്ത് ഇങ്ങനെ കാഴ്ചക്കുണ്ടായി. പിന്നെ പടവലവും പയറും ഒക്കെ കുറേശ്ശെ വിരിഞ്ഞുണ്ട്. വിഷു ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ ഇത് വന്ന് കിട്ടും. പിന്നെ കപ്പല്ലേ, പപ്പായ തൈ ഞങ്ങൾക്ക് പിടിച്ചിട്ടാറില്ല. പയറൊക്കെ വിരിഞ്ഞിട്ടുണ്ടെങ്കിലും അത്ര സുഖമില്ല. അപ്പോ കുറച്ച് പപ്പായ തൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുമ്മല് ഒരെണ്ണത്തുമ്മല് കുറച്ച് കായുണ്ട് കിട്ടാ. ഇനി ഇത്രയും വഴുതനങ്ങ കിട്ടിയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കറി വെക്കാൻ. കറിക്കായിട്ട് കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളിയൊക്കെ ഇട്ട് അപ്പോ ഉലുവിടാൻ മറന്ന് ഒടുവാണ് ഇട്ടത്. അത് ചൂടുള്ളത് കൊണ്ട് തന്നെ മൊരിഞ്ഞോളൂ. പിന്നെ തക്കാളിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് അത് നന്നായി ഇങ്ങനെ വഴന്ന് വരുമ്പോഴാ നമ്മള് പാല് ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കുന്നത്. അപ്പൊ 2 സൈസിൽ പാലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒടുവിലെ പാല് ഒഴിച്ച് ഇതെല്ലാം സെറ്റായി വന്നിട്ട് പുളിയും ഉപ്പൊക്കെ ഇട്ട് മീനും ഇടുള്ളൂ. മീൻ ഈ രണ്ടാം പാലിൽ കിടന്ന് വെന്തതിന് ശേഷം മാത്രം നമ്മൾ ആദ്യത്തെ പാലൊഴിക്കുള്ളൂ. ആദ്യത്തെ പാലൊഴിച്ചാൽ പിന്നെ നമുക്ക് അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല. ഒന്ന് തിള വരുമ്പോൾ നമ്മ അത് ഓഫ് ചെയ്യും. പിന്നെ കറി റെഡി ആയതിനു ശേഷം പിന്നെ രണ്ടാമതൊന്നും കാച്ചേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയും ഉള്ളിയും എല്ലാം കാച്ചിട്ടുണ്ടോ താളിച്ചതിന് ശേഷമുള്ള നമ്മൾ വെക്കുന്നത്. അപ്പോ വെച്ച അപ്പ തന്നെ അത്ര ഇതുണ്ടായ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല കറിന് കുറച്ചു നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി നെയ്യൊക്കെ തെളിഞ്ഞ് സൂപ്പറായിരിക്കും. കഴിക്കാൻ നല്ല സ്വാദുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് കറി കരിമീൻ കറിയാണ്. പിന്നെ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ച്. ഈ പാലൊഴിച്ചൊന്ന് തട വരുമ്പോഴത്തേനും നമ്മളെ കറിയുടെ റെഡിയാവും. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ ചാമക്കാലയിലായിരുന്നു കുറച്ച് ദിവസം. അപ്പൊ എന്നെ വിളിക്കാനായിട്ട് ഉപ്പയും റൌഫും ഷഫ്നയും പിള്ളേരും പിന്നെ റഫ്നയും പിള്ളേരും ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ചാമക്കാലയില് കടൽ കാണാൻ പോയി. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായി. അതുകൂടെ ഞാൻ ഇതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണിക്കാന്ന് വിചാരിച്ച്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. അപ്പൊ കടലിൽ പോയിട്ട് അവര് അജ്മലൊക്കെ കക്ക കൂടി പറക്കിയിട്ടുണ്ടായി. പിള്ളേരെക്കാൾ അധികം ഉപ്പാണ് കടലിൽ കിടന്ന് മറിഞ്ഞിരുന്നത്. ഉപ്പാക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എല്ലാരും കൂടി കിടന്ന് മറിയുന്ന ഭാഗമാണ് കാണുന്നത്. പിന്നെ കക്ക കുറച്ച് കിട്ടിയത് താഴത്തിടും, പിന്നെ കവറിലേക്ക് നിറക്കി. ഇതൊക്കെയാണ് അജ്മലിന്റെ പണി. പിന്നെ അതിന്റെ അടുത്ത് തന്നെ ഒരു ഇങ്ങനെ ചെറിയ ആറ് പോലെ ഉണ്ടായിരുന്നു. അതിൽ അത്ര നല്ല വെള്ളമൊന്നുമല്ല, എങ്കിലും കുഴപ്പമില്ല. പിന്നെ ഐസ്ക്രീംകാരൻ കണ്ടപ്പോ ഉപ്പയും പിള്ളേരും അത് വാങ്ങിച്ചു കഴിച്ച്. ഞങ്ങളൊന്നും കഴിച്ചില്ല. ഞാനും റഫിനൊന്നും കഴിച്ചില്ല. പിള്ളേർക്ക് വാങ്ങിക്കൊടുത്ത്. അപ്പൊ കക്ക കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നപ്പോ ഇത്രയും ഉണ്ടായിരുന്നു. അജ്മൽ അതൊക്കെ കഴുകി വൃത്തിയാക്കി തന്ന്. ഞാനതൊക്കെ പുഴുങ്ങി വെള്ളമൊക്കെ അവർക്ക് കൊടുത്ത്. അപ്പൊ ആ ആറ് പോലത്തെ സ്ഥലത്ത് നിഹാലും പിന്നെ ആ കടൽ കാണാൻ വന്ന ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അവർ രണ്ടാളും വഞ്ചിന്ന് പറയാൻ പറ്റില്ല, ഒരു പലക പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അതില് ഇങ്ങനെ തുഴഞ്ഞു പോണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് ഇങ്ങനെ വീഡിയോയിൽ വരാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ആണ് ഇങ്ങനെ. ആ കുട്ടിയെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഹാർട്ടിന്റെ സ്റ്റിക്കർ കൂടി ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ അവര് പോണ കാണുമ്പോ നല്ല ഭംഗിന് ആർക്കും ഇഷ്ടപ്പെടും. അപ്പൊ അത് കണ്ട കാരണം ഇത് എടുക്കാന്ന് വെച്ചത്. അതിന്റെ ബാക്ക് ഭാഗമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പുറമേ നമ്മ കാണൂലേ അവിടെ, അങ്ങനെ തോന്നി. പിന്നെ വാടാനപ്പള്ളിയില് ഒരു ബീച്ച് ഇപ്പൊ അടുത്ത 2-3 മാസത്തിന് മുൻപ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. അവിടെയും പോയിട്ടുണ്ടായി. അവിടെ കുറെ ആൾക്കാർ പാട്ടും കളിയും ഒക്കെ ആയിട്ട് നടക്കണ്. ഞങ്ങള് കുറച്ചു നേരം അവിടെ ഒക്കെ നിന്നിട്ട് ഇങ്ങോട്ട് പോന്നു.